ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാഹ്, ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ കുറച്ച് പച്ചക്കറികൾ ഫ്രിഡ്ജിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സാമ്പാറാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്നോട് സബ്സ്ക്രൈബർ ചോദിക്കുകയും ചെയ്തിരുന്നു സാമ്പാർ ഉണ്ടാക്കുന്ന റെസിപ്പി. ഞാൻ ഒരുപാട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടവർ തന്നെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. കാരണം നമ്മൾ ചോദിക്കുമ്പോൾ സബ്സ്ക്രൈബറൊക്കെ ചോദിക്കുമ്പോൾ നമ്മളൊന്ന് കാണിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഇനി അവരോട് മെയിൻ്റ് ആക്കിയില്ല എന്നുള്ളൊരു ഇത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും ഇന്ന് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പച്ചക്കറിയിൽ മുരിങ്ങാക്കായ കമ്മി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇബ്ബാനെ വിട്ടിട്ട് അത് മേടിക്കാൻ വേണ്ടി പറഞ്ഞയച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇബ്ബ അത് തന്ന് പോവാണ്. അപ്പോൾ മോൻ്റെ സീനാണ് കേട്ടോ കാണുന്നത്. അവന് എപ്പോഴും തന്നെ ഇപ്പോൾ പോകുമ്പോൾ കുറുമ്പ് പിടിക്കും കേട്ടോ പോകണമെന്ന് പറഞ്ഞിട്ട്. ചിലപ്പോഴൊക്കെ കൊണ്ടുപോകും, ചിലപ്പോൾ അങ്ങനെയൊന്നും പറ്റൂലല്ലോ. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞൊന്നല്ലോ എന്നെ സ്കൂൾക്കാക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെയും കൂട്ടിയിട്ട് ഗേറ്റിൻ്റെ അതുവരെ പോവാണ് കേട്ടോ. പിന്നെ നമ്മൾ വന്നിട്ട് കിച്ചണിൽ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ പച്ചക്കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇന്ന് ചെറിയൊരു സന്തോഷ വിശേഷം കേട്ടോ പറയാണ്. നാത്തൂൻ താത്താക്ക് ഒരു പേരക്കുട്ടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നാത്തൂൻ താത്താൻ്റെ മരുമോൾ പ്രസവിച്ചിട്ടുണ്ട്. അപ്പോൾ പെൺകുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പച്ചക്കറിയൊക്കെ കണ്ടപ്പോൾ താത്താക്ക് കുറച്ച് ചോറ് കൊണ്ടുപോയി കൊടുക്കാമെന്നില്ലേ. കാരണം നമ്മളെടുത്ത് പാണ്ടിക്കാട് ഹോസ്പിറ്റലിലാണ് കേട്ടോ പ്രസവിച്ചെടുക്കുന്നത്. അപ്പോൾ പച്ചക്കറികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്കതൊക്കെ കിട്ടിയാൽ പിന്നെ നമുക്ക് ഉണ്ടാക്കാനൊന്നൊരു പണിയില്ല. പിന്നെ ഒരാൾക്ക് കൊടുക്കുന്നതും എടുക്കുന്നതും ഒക്കെ എനിക്കിഷ്ടമാണ് കേട്ടോ. ഫുഡ് ഉണ്ടാക്കുന്നത് ഏറ്റവും ഒരു ഇഷ്ടമുള്ള വിഷയമാണ്. പിന്നെ ആർക്കെങ്കിലും വേണ്ടിയിട്ടാണെങ്കിൽ അത്രയും സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ താത്താനോട് ഞാൻ പറഞ്ഞു, ഞാൻ താത്ത ചോറ് ഇടുന്നതാണ്. അപ്പോൾ താത്താനു വേണ്ട, താത്താൻ്റെ മോള് ആക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാറില്ല, അത് രാത്രി ആക്കാം, ഞാൻ ഏതായാലും ഇവിടെ ഇങ്ങനെ ഉണ്ടല്ലോ, അപ്പോൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടുപോയി കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചയാകുമ്പോഴത്തേക്കും ഇബ്ബ വരും. അപ്പോൾ ഇബ്ബാനെയും കൂട്ടിയിട്ട് പോയിട്ട് അത് കൊടുത്ത് പോരാന്ന് വിചാരിക്കുന്നുണ്ട്. അവർ കൊണ്ടുവരുന്ന ഫുഡ് അവർക്ക് രാത്രി എടുക്കാമല്ലോ. അപ്പോൾ സാമ്പാറൊക്കെ ആകുമ്പോൾ ഒരുപാട് ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും ഉണ്ടാവും ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോകാൻ. അപ്പോൾ പച്ചക്കറികളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉപ്പേരിക്ക് ക്യാബേജ് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ സാമ്പാറിനുള്ള പച്ചക്കറിയും അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ വന്നിട്ട് അകത്ത് നമ്മളെ സാധാ ജോലികൾ ചെയ്യുകയാണ്. കാരണം ഇവിടെ നമ്മുടെ കിച്ചൺ വരെ ഒന്ന് തുടച്ചിട്ടാൽ പിന്നെ അടുക്കളയിൽ വെച്ചിട്ട് അങ്ങനെ ഫുഡ് ഉണ്ടാക്കാൻ നിന്നാൽ മതി എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഈ സോഫ സെറ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് തട്ടി വിരിക്കുന്നുണ്ട്. പിന്നെ ചവിട്ടി കാര്യങ്ങൾ, നമ്മുടെ വണ്ടി ഇവിടെ വണ്ടിയും ഒക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ ഓരോ സ്ഥാനത്തേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളും ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളും ഒക്കെ വിരിച്ചിട്ടുണ്ട്. കാരണം എല്ലാ റൂമും ഇങ്ങനെ എല്ലാതും പരന്നിട്ടുണ്ടാവും കേട്ടോ നേരം വെളുക്കുമ്പോഴത്തേക്കും. അത് മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ തന്നെയാണ്, എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണ്. ചിലർ വിചാരിക്കും നമ്മുടെ വീട്ടിൽ മാത്രമാണ് എപ്പോഴും ഇങ്ങനെ വൃത്തികേടായി കിടക്കുക എന്നുള്ളത്. അങ്ങനെയല്ല കേട്ടോ. എല്ലാവരുടെ വീട്ടിലും നമ്മൾ കയറി ചെല്ലുമ്പോൾ വൃത്തി തോന്നുന്നുണ്ടെങ്കിലും ആ വീടും ഒക്കെ ഇങ്ങനെ മക്കളൊക്കെ ഇങ്ങനെ അൽക്കുൽക്കാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ആക്കിയിട്ട് ഒതുക്കി വെക്കുക, അത്രേ ഉള്ളൂ ചെയ്യാൻ. കാരണം മക്കളല്ലേ, അവർ വലുതാവുന്നതിനനുസരിച്ച് അവർക്ക് മാറ്റങ്ങളുണ്ടാവും. അവരെക്കൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിക്കുക. അപ്പോൾ പിന്നെ അവരിങ്ങനെ ചെയ്ത് ശീലിക്കുമ്പോൾ പിന്നെ കുറച്ചിനായി കിട്ടിയാൽ ചെറുതാകുമ്പോഴത്തെ ബുദ്ധിമുട്ടൊന്നും പിന്നെ നമുക്ക് വലുതാകുമ്പോൾ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ആക്കിയിട്ട് ചെയ്യുക. എന്തായാലും നമ്മൾ വൃത്തിയാക്കിയിടാൻ ശ്രദ്ധിക്കുക. വീട് വൃത്തിയാക്കി കാണുമ്പോഴാണ് കേട്ടോ ഏറ്റവും ഹാപ്പിനെസ് മനസ്സിനുണ്ടാവുക. അപ്പോൾ നമ്മൾ ആ റൂമിലെ കഴിഞ്ഞിട്ട് അടുത്ത റൂമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റൂമിൽ ഒത്തിരി ഉണ്ടാവും കേട്ടോ. കാരണം മോന് ഞാൻ ജനലിന്മേൽ ചെന്നിട്ട് തലം അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ജനലിൻ്റെ അവിടെ ഒരു ബ്ലാങ്കറ്റൊക്കെ വിരിച്ചിടലുണ്ട്. അപ്പോൾ ആ ബ്ലാങ്കറ്റ് ആദ്യം മടക്കി വെക്കുന്നുണ്ട്. പിന്നെ ബാക്കിയൊക്കെ ഓരോ സാധനങ്ങളും ഉണ്ടാവും കേട്ടോ. എല്ലാ റൂമിലും ഓരോന്നൊക്കെ ഉണ്ടാവും. എന്താ പറയുക, നമുക്കൊക്കെ അറിയാമല്ലോ, ബെഡ്റൂമിൽ ചെന്നാലും ലിവിങ്ങിൽ ചെന്നാലും എന്തൊക്കെ പരന്നിട്ടുണ്ടാവും എല്ലാവരും ഇല്ല വീട്ടിൽ നിന്നൊക്കെ. അങ്ങനെ തന്നെയാണ് ഈ വീട്ടിലും. അപ്പോൾ അതൊക്കെ ഞാൻ ഒതുക്കി വെക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് നല്ല സൂപ്പറാണ് കേട്ടോ കാണാൻ. ഇതിങ്ങനെ ഒതുങ്ങി കിടക്കുന്നത് നമ്മൾക്കിങ്ങനെ രാവിലത്തെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ അതൊക്കെ നമ്മളിങ്ങനെ ധൃതി പിടിച്ചിട്ട് അങ്ങനെ ചെയ്യും. അങ്ങനെ റൂമും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കിയിട്ടിട്ട് പിന്നെ അലക്കാനുള്ളതും കൊണ്ടുപോയിട്ട് ഞാൻ വന്നിട്ട് തുടക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു കിച്ചൺ വരെ തുടക്കാം, പിന്നെ അവിടെ വെച്ചിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കി ചെയ്യാം. അതിനിടയ്ക്ക് മോനെ ബാലവാടിയിലും ആക്കി കൊടുക്കാം കേട്ടോ. എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ നമ്മളിങ്ങനെ ടൈം അനുസരിച്ചിട്ട് അങ്ങനെ ചെയ്യലാണ് കേട്ടോ. ചിലപ്പോൾ രാവിലെ വൈകി എണീറ്റാലാണ് പ്രശ്നം. നേരത്തെ എണീറ്റാൽ പണികളൊക്കെ തീരും. പിന്നെ വീഡിയോ എടുക്കണമെന്ന് പറയും വേണ്ട കേട്ടോ. വീഡിയോ എടുക്കുമ്പോൾ എന്തായാലും കുറച്ച് സമയം വൈകും. അത് നമ്മൾ എന്താ വൈകണമെന്ന് ചോദിച്ചാൽ അത് അങ്ങനെയാണ് കേട്ടോ. എന്തായാലും ഓരോ കാര്യങ്ങളും അങ്ങനെ വീഡിയോ എടുത്ത് ക്യാമറ അങ്ങോട്ട് വെച്ച് അങ്ങനത്തെ പരിപാടികളല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ നമ്മൾ അതൊക്കെ എടുത്തിട്ട് അലക്കാല്ലതും കൂടി അടുക്കളയിൽ വർക്കേരിയയിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. പിന്നെ മോന് ഞാൻ ബാഗൊക്കെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ കിച്ചണിലേക്ക് കയറാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കറിയും ഉപ്പേരിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ മോനെ ആക്കാൻ പോകണം. അപ്പോഴത്തേക്കും അവൻ്റെ സമയമായിട്ടുണ്ടാവും കേട്ടോ. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവനെ ആക്കണം. അപ്പോൾ നമ്മുടെ പച്ചക്കറികളും അതിൻ്റെ കാര്യങ്ങളും ഉപ്പേരിക്കുള്ള കാര്യങ്ങളും ഒക്കെ ഓയിലും കാര്യങ്ങളും ഒക്കെ ഞാനിവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് സ്റ്റൗമ്മ നിന്നിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഇബ്ബാനോട് പറഞ്ഞിരുന്നു മീൻ കിട്ടിയെങ്കിൽ. അപ്പോൾ ഇബ്ബാറിന് ഉച്ചയാവും, ഇബ്ബ വരുമ്പോഴാണ് മീൻ ഇവിടെ കൊണ്ടുവരൽ കേട്ടോ. മിക്കവാറും അങ്ങനെയാണ്. ചിലപ്പോൾ ഇബ്ബ പാണ്ടിക്കാടേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് മേടിച്ച് എന്നിട്ട് പോകും. അപ്പോൾ ഉച്ചയായിട്ട് നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഉച്ചയാകുമ്പോഴത്തേക്കും നമുക്ക് ഫുഡ് അവിടേക്ക് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞത് വേണ്ട, ചിക്കൻ മതി എന്ന് പറഞ്ഞിട്ട് ചിക്കനാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ഫ്രൈ ആക്കിയതും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ചിക്കനൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് നമ്മൾ മസാല ആക്കി വെക്കുക കേട്ടോ. കാരണം മീൻ, ചിക്കൻ, ബീഫ് അതൊക്കെ റെഡിയാക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കഴുകിയിട്ട് നമ്മൾ മസാലയൊക്കെ റെഡിയാക്കി വെക്കുക. എന്നാൽ നമ്മളത് വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കുമ്പോഴത്തേക്കും അതൊക്കെ മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടും കേട്ടോ.
അങ്ങനെ ആവശ്യത്തിനുള്ള ചിക്കനൊക്കെ എടുത്തിട്ട് ബാക്കി വന്ന് ഞാനൊരു പാത്രത്തിലാക്കിയിട്ട് നമ്മൾ ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കണ്ടോ. ഞാനിങ്ങനെ ഒഴിഞ്ഞ ഐസ്ക്രീം പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അതിലൊക്കെ ഉണ്ടോ മീനും ചിക്കനും ഒക്കെ ഫ്രിഡ്ജിലാക്കി വെക്കുക. നമ്മൾ അങ്ങനെ കവറിൽ വെക്കലൊന്നുമില്ല, പിന്നെ നമ്മൾ പാത്രങ്ങളിൽ ആക്കി വെക്കലുള്ളൂ കേട്ടോ. ഇങ്ങനെ 2-3-4 പാത്രങ്ങൾ അതിനായിട്ട് വെക്കലാണ്. പിന്നെ നമുക്ക് ആ മീനിൻ്റെയും ചിക്കൻ്റെയും സ്മെല്ലൊക്കെ എല്ലാ പാത്രത്തിലൊന്നും ആവില്ല കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യൽ. നമ്മൾ അങ്ങനത്തെ കണ്ടെയ്നറൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ഉപകാരപ്പെടുത്താൻ നോക്കുക. കാരണം എല്ലാത്തിനും ഇങ്ങനെ കണ്ടെയ്നറൊക്കെ വാങ്ങി വെക്കുമ്പോൾ അതൊക്കെ ചിലവ് കൂടിയ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ റെഡിയാക്കാൻ നിൽക്കുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചിക്കനൊക്കെ ക്ലീനാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചിക്കനിൽ മസാല ആക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ മസാല തന്നെയാണ്, പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കളറിനായിട്ട് കാശ്മീരി റെഡ് ചില്ലി ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് അത് പാകത്തിന്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വലിയ ജീരകം ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു ചെറിയ ജീരകം പൊടിച്ചിട്ടുണ്ടല്ലോ, അത് ഇത്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾ ചേർത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ നിങ്ങൾ ചിക്കനൊക്കെ ഇങ്ങനെ ഫ്രൈ ആക്കുമ്പോൾ കുറച്ച് ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, പൊടിച്ചെടുത്ത് കേട്ടോ. അപ്പോൾ നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. നമ്മളൊരു ദിവസം തട്ടുകടയിൽ നിന്ന് ഇങ്ങനെ ചിക്കൻ പീസ് വാങ്ങി കഴിക്കുമ്പോൾ അതിലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇബ്ബാനെ ഫ്രണ്ട് ചെയ്യുന്നു കേട്ടോ ആ കടയിൽ. അപ്പോൾ ചോദിച്ചു ഞാൻ ചോദിക്കാൻ പറഞ്ഞു കേട്ടോ എന്താണ് ഇതിലിങ്ങനെ. അപ്പോൾ അവർ പറഞ്ഞു നമ്മളോട് ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് പിന്നെ ഞാൻ അധികം അങ്ങനെ ചിക്കൻ ഫ്രൈ ആക്കുമ്പോൾ അങ്ങനെ ചെയ്യലുണ്ട്. പിന്നെ ഇത്തിരി വിനാഗിരിയും ചേർത്തിട്ട് കൈ കൊണ്ട് തന്നെ നല്ലോണം മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കട്ടോ. നമ്മൾ കൈ കൊണ്ട് മിക്സാക്കി കൊടുക്കുമ്പോഴാണ് എല്ലാ ഭാഗത്തും ക്ലിയർ ആയിട്ട് പിടിക്കുക. സ്പൂൺ കൊണ്ടും അങ്ങനെയൊക്കെ ആക്കുമ്പോൾ നമ്മൾ കരുതിയ പോലെ മസാല ഒന്നും പിടിച്ചു കിട്ടില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് അത് ഫ്രൈ ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉണ്ടാക്കുന്നത് ക്യാബേജ് ഉപ്പേരിയാണ്. അപ്പോൾ ക്യാബേജ് ഉപ്പേരിയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, എന്നാലും വേണ്ടിയാൽ നിങ്ങൾ കണ്ടോളിട്ടോ. അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് കടുക് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കുക, പച്ചമുളക് ഇട്ട് കൊടുക്കുക, ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. സാധാ നമ്മുടെ നാടൻ ക്യാബേജ് ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ കണ്ടവർക്ക് മടുപ്പ് പിടിക്കുന്നുണ്ടാവും, എന്നാലും വേണ്ടില്ല കേട്ടോ. നമ്മൾ ഇന്നത്തെ വിഭവം ഇതാണല്ലോ, അപ്പോൾ അത് നിങ്ങളെയും ഒന്ന് ഷെയർ ആക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ മുളകൊക്കെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് തീയൊക്കെ ഒന്ന് കുറച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഇങ്ങനെ മൂടി വെക്കാൻ കേട്ടോ. അപ്പോൾ ഈ ക്യാബേജൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡി ആവും കേട്ടോ. അപ്പോൾ നമ്മൾ എവിടേക്കെങ്കിലും നമുക്ക് ഫുഡൊക്കെ കൊടുക്കാൻ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ കറിയാവുമ്പോൾ സാമ്പാർ, പിന്നെ നമുക്ക് ഉപ്പേരി, ക്യാബേജ്, പയർ, അങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ടോ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുക. ഈ ബീൻസ്, ക്യാരറ്റ് അങ്ങനത്തെ നമ്മൾ അരിഞ്ഞുകൊണ്ടേ ഇരിക്കണ്ട, അതിനൊക്കെ ടൈം കൊടുക്കുക. ഇതൊക്കെ ആകുമ്പോൾ ഈസി ആയിട്ട് തന്നെ ചെയ്യാം. പിന്നെ നമുക്ക് ഉണ്ടാക്കി ശീലമുള്ള ഫുഡാകുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ അതിങ്ങനെ മൂടി വെച്ചിട്ട് പിന്നെ അത് വേറെ സ്റ്റവിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സാമ്പാർ ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ സാമ്പാർ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, നന്നാവാത്തവർക്ക് വേണ്ടിയും നല്ല സൂപ്പർ സാമ്പാറാട്ടോ. നമ്മൾ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ പൊങ്ങിച്ച് പറയല്ല, നല്ല സൂപ്പർ സാമ്പാറാണ് കേട്ടോ ഉണ്ടായത്. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പരിപ്പ് വേവിച്ച് വെച്ചിരുന്നു. അപ്പോൾ ഇത്തിരി വെള്ളം ഏറിപ്പോയി, അതുകൊണ്ട് തന്നെ പിന്നെ കുക്കറുമൊക്കെ ആകെ ഒലിച്ച് പോയിട്ടോ. അതൊന്നും സാരല്ല, കുക്കറൊക്കെ കഴുകിയാൽ ശരിയാവുമല്ലോ എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഞാൻ പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചക്കറികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ പച്ചക്കറികളും ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇപ്പോൾ ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ മേടിച്ചതിരുന്നു. അപ്പോൾ എല്ലാതും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാതും ചെറിയ പീസ് എടുത്തിട്ട് സാമ്പാറാകുമ്പോൾ ഇത്തിരി കഷ്ണങ്ങളൊക്കെ മതിയല്ലോ. പിന്നെ അത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ഞാൻ തക്കാളി, പച്ചമുളക്, വെണ്ടക്ക ഒക്കെ ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കണം. വേറെ സെപ്പറേറ്റ് ആയിട്ടൊന്നും വേവിക്കണില്ല കേട്ടോ. പിന്നെ ഉണ്ടാക്കുന്നത് കുക്കറിലാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അടുപ്പത്ത് വെക്കുകയാണ്, ഇങ്ങനെ ചട്ടിയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും ഇങ്ങനെ ചെയ്തോളൂ കേട്ടോ. പിന്നെ ഞാൻ ഒത്തിരി കൂടി മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി ഇത്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത്തിരി മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുക്കറിൽ വേവിക്കുമ്പോൾ വിസിൽ വരാതെ നിൽക്കട്ടോ. ഒറ്റ വിസിൽ പോലും വരാതെ, വിസിൽ വരാൻ ടൈം ആകുമ്പോൾ നമ്മളിത് ഓഫായി കൊടുക്കുക. അപ്പോൾ കഷ്ണങ്ങളൊക്കെ നല്ലോണം സൂപ്പറായിട്ട് കിട്ടും. അല്ല നമ്മൾ വിസിലിട്ടിട്ട് വേവിച്ചാൽ ആകെ വെന്ത് കലങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ വിസിൽ വരുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ തീയൊക്കെ ഒന്ന് ഓഫായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, കഷ്ണങ്ങൾക്കൊന്നും ഒരു കുഴപ്പം പറ്റാതെ നമ്മൾ സൂപ്പറായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉണക്കമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് ഇങ്ങോട്ട് റെഡി ആയി കിട്ടിയാൽ പിന്നെ നമ്മൾ അതിലേക്ക് സാമ്പാർ പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും പുളി ഒഴിച്ചില്ലല്ലോ എന്നില്ല കേട്ടോ. പുളി നമ്മൾ ഇതിലേക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഞാൻ ചില ദിവസമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മൾ ആ കറിക്ക് തന്നെ പുളി ഒഴിച്ച് കൊടുക്കലുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ സാമ്പാർ പൊടി ഇട്ടിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. എങ്ങനെ വെച്ചാലും ശരിയാവും. എന്താ പറയുക, ചിലപ്പോൾ നമുക്ക് ശരിയാവാത്തത് എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ വെള്ളം ഏറിയിട്ടുണ്ടാവും, ചിലപ്പോൾ പച്ചക്കറി വേവ് കൂടിയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ആകുമ്പോഴുള്ളൂ ഈ സാമ്പാർ ശരിയാവാതിരിക്കുക. അല്ലാതെ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് സാമ്പാർ എന്നാണ് കേട്ടോ എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഒരുപാട് പച്ചക്കറി കണ്ടാലും പിന്നെ എന്ത് കറിയാണ് ഉണ്ടാക്കുക എന്ന് ആലോചിക്കുമ്പോഴും ഞാൻ ഉണ്ടാക്കുന്നത് സാമ്പാറാണ് കേട്ടോ.
അങ്ങനത്തെ ആ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലോണം തിളക്കട്ടെ. അത് നല്ലോണം തിളച്ച് മിക്സായി കിട്ടിയാൽ പിന്നെ പുളിവെള്ളം സെറ്റായല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ കുക്കറിലത്തെ പച്ചക്കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇത്തിരി ഒഴിച്ചു കൊടുക്കേണ്ടത്, പിന്നെ കുക്കറിന് ഒന്നായിട്ടാണ് കമഴ്ത്തി കൊടുക്കേണ്ടത് കേട്ടോ. ആ കുക്കർ കാണുമ്പോൾ തന്നെ എനിക്ക് ടെൻഷൻ ഉണ്ട് കേട്ടോ, കാരണം അങ്ങനെ ഒലിച്ച് പോയല്ലോ. അതുമല്ല സ്റ്റൗമേം ഉണ്ട് കേട്ടോ അതിൻ്റെ ബാക്കി. അപ്പോൾ ഈ ഇത് കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ് ആയിരിക്കും ഇനി ഒരു ഇത്തിരി പണി വരിക എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ആ പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നല്ലോണം വേവാതെ എന്നാൽ പാകത്തിന് വെന്തും നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പാറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവർക്കൊക്കെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇങ്ങനെ സാമ്പാർ റെഡിയായി കിട്ടാത്തവർക്കായിട്ട് ഈ സാമ്പാർ ഞാൻ സമർപ്പിക്കാം കേട്ടോ. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ചോറിലൊഴിച്ച് കഴിക്കുമ്പോൾ പിന്നെ ഇതിലേക്ക് പപ്പടം, അത് എന്തായാലും നല്ലൊരു അടിപൊളി കോമ്പോണേ. പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കാം കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ചിക്കന് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവുമല്ലോ. പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചിക്കനും വേവിച്ച് വെക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും ഇതാ 10 മണിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ സമയം. അപ്പോൾ ഞാൻ മോനെ കുളിപ്പിച്ച് ഒരുക്കി അവനെ ബാലവാടിയിലേക്കൊന്ന് ആക്കി വരട്ടോ. എന്നിട്ടാണ് കേട്ടോ പാത്രം കഴുകണത്. കാരണം ഇനി പാത്രം കഴുകാൻ നിന്നാൽ അവൻ്റെ ടൈം വൈകും കേട്ടോ. അപ്പോൾ അവൻ്റെ കുറച്ച് ദിവസം നിപ്പിയും പിന്നെ എന്താ പറയുക മഴയും കാരണമൊക്കെ ഒഴിവായിരുന്നല്ലോ. അത് കഴിഞ്ഞ് പോവാണ്. അവന് ഇത്തിരി ക്ഷീണമുണ്ട് കേട്ടോ പോവാൻ. കുറേ ദിവസം വീട്ടിൽ എന്നാലും എന്തൊക്കെ പറഞ്ഞ് ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം പറഞ്ഞു വെച്ചാൽ പിന്നെ അവർക്ക് തന്നെ അവിടെ ചെന്നാൽ ഈ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ കളിക്കാനും അതിനൊക്കെ ഒരു ഇഷ്ടമാണ്. ഇവിടെ ആകുമ്പോൾ ഇങ്ങനെ ഫോണും കാര്യങ്ങളാകുമ്പോൾ അതൊക്കെ ഒരു ഇടങ്ങാറാണല്ലോ. അത് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ എന്തായാലും അവനെ അഡ്ജസ്റ്റ് ആക്കി പറഞ്ഞയച്ചിട്ടുണ്ടോ. പിന്നെ നമ്മൾ ഇതാ കിച്ചണിലേക്ക് വന്നിട്ട് പാത്രങ്ങൾ ഉണ്ടായിട്ടോ ഒരുപാട്. ഞാൻ പറഞ്ഞല്ലോ പാത്രങ്ങളൊന്നും കഴുകിയുന്നില്ല കേട്ടോ. തുടക്കൽ അതുവരെ ചെയ്തിട്ട് പിന്നെ കിച്ചണിലേക്കാണ് നിൽക്കാൻ കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ പറഞ്ഞിരുന്നു ഞാൻ വരാം, ഇപ്പോൾ ഷോപ്പിക്ക് സാധനം എടുക്കാൻ പോയിക്കാണ്ടോ. അപ്പോൾ ഇപ്പോൾ വരും വിചാരിച്ചിട്ട് ഞാൻ പണികളൊക്കെ ഇങ്ങനെ വേഗം തീർത്ത് വെക്കാൻ കേട്ടോ. എന്നാൽ പിന്നെ വന്നാൽ നമുക്ക് ആ ഫുഡ് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാൻ പോകാമല്ലോ എന്ന് വിചാരിച്ചു. കാരണം അവർക്കെങ്കിലും കൊടുക്കുമ്പോൾ അത് ആ സമയത്തിന് കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുക്കറൊക്കെ സൂപ്പറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിമ ഒലിച്ചു പോകുമ്പോഴൊക്കെ നമുക്കൊരു ഫീലിംഗ് ആട്ടോ അത് അങ്ങനെ ആയല്ലോ എന്നുള്ളത്. പക്ഷേ കഴിഞ്ഞാൽ പിന്നെ പഴയ രീതിക്ക് തന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ റെഡിയാക്കി എടുക്കും കേട്ടോ. അപ്പോൾ പിന്നെ ആ പ്രശ്നം തീർന്നു. അങ്ങനെ പിന്നെ ബാക്കിയുള്ള പരിപാടി ഇതൊക്കെ ഉണ്ടോ. കൗണ്ടർ ടോപ്പ്, സിങ്ക്, സ്റ്റൗവ് അതൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി എടുക്കുക. അതൊക്കെ തന്നെ നല്ല സൂപ്പറായിട്ട് സോപ്പ് ഇട്ടിട്ട് നമ്മൾ പാത്രം കഴിക്കണ സോപ്പോ ലിക്വിഡോ എന്താ വെച്ചിട്ടിട്ട് ആണ് വൃത്തിയാക്കട്ടോ. നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടും കേട്ടോ. പിന്നെ ഞാൻ പറയലുണ്ടല്ലോ, ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തോന്നും നമ്മളിവിടെ ഫുഡ് ഉണ്ടാക്കിയിട്ട് തന്നെ അല്ല എന്നല്ല കേട്ടോ. അങ്ങനെയൊക്കെ തോന്നും. കാരണം നമ്മൾ അത്രത്തോളം നീറ്റാക്കിയിട്ടാണ് ശ്രദ്ധിക്കുക. കാരണം നമ്മളിങ്ങനെ എന്താ പറയുക വെറുതെ ഇങ്ങനെ അതും ഇതും ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ എടുക്കുന്ന പണികൾ നല്ല സൂപ്പറായിട്ട് വൃത്തിയിൽ തന്നെ എടുക്കുക, ആത്മാർത്ഥമായിട്ട് എടുക്കുക കേട്ടോ. ഞാനതാ പറയാം, ആർക്കെങ്കിലും വേണ്ടിയിട്ട് നമ്മൾ ജോലി എടുക്കാതെ നമ്മളെ വീടാണ് നമ്മളതാണെന്ന് കരുതിയിട്ട് നമ്മൾ നല്ല ആത്മാർത്ഥതയോടെ ഏത് പണിയാണെങ്കിലും അത് അടുക്കള, നല്ല വീട്, പിന്നെ നമ്മൾ ആരോടെങ്കിലും നമ്മളെ പെരുമാറ്റം അതിലൊക്കെ നമ്മൾ നല്ല സൗമ്യത കാട്ടുക. കാരണം നമുക്ക് ആരോടെങ്കിലും ദേഷ്യമോ വൈരാഗ്യമോ വെച്ചിട്ട് ഒരു കാര്യമല്ല കേട്ടോ. കാരണം നമ്മൾ എന്താ പറയുക നമ്മളൊന്ന് ചിരിച്ചു കൊടുത്താൽ മതി, എന്നാൽ തന്നെ ഒരുപാട് പേർക്ക് സമാധാനം കിട്ടും. അതല്ല നമ്മളിങ്ങനെ ഈറിയും വാശിയും ഒക്കെ ചെയ്തിട്ടെന്താ. ഇപ്പോൾ നമ്മൾ വയനാട്ടിൽ തന്നെ ചിന്തിച്ചാൽ കണ്ടില്ലേ എന്തുണ്ടായിട്ടും എന്താ ഉണ്ടായത്. ചെറിയ വീടാണെങ്കിലും വലിയ വീട്ടിൽ AC ഇട്ട് കിടന്നിട്ടാണെങ്കിലും വലിയ കട്ടിൽമ കിടന്നിട്ടാണെങ്കിലും ഒരു കുടിലിൽ നമ്മൾ തറയിൽ ഷീറ്റിട്ട് കിടക്കണവരാണെന്നുണ്ടെങ്കിലും അവർക്കൊക്കെ എന്താ സംഭവിച്ചത് ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾ അതൊക്കെ ചിന്തിക്കണം. കാരണം നമ്മൾ എല്ലാതും എപ്പോഴും നമുക്ക് നല്ലത്, നമുക്ക് വലുത്, നമ്മളാണ് വലുതെന്ന് ചിന്തിച്ച് നടക്കണ്ട. നമ്മുടെ ജീവിതം കൊച്ചു ജീവിതമാണ്. അത് എപ്പോഴും നമ്മൾ എന്താ പറയുക എല്ലാ കാര്യങ്ങളും നന്മ ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോകട്ടോ. അപ്പം ഞാനതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ പാത്രത്തിൽ ഇങ്ങനെ ആക്കുക. ഇതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമുള്ള കാര്യം കേട്ടോ. ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് ഫുഡ് റെഡിയാക്കുക, പാത്രത്തിലാക്കുക, അത് സെറ്റാക്കുക. ചിലതൊക്കെ നമുക്കൊരു ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ടാവുമല്ലോ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ പാത്രത്തിൽ റെഡിയാക്കി ഇബ്ബാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. പിന്നെ പപ്പടം റെഡിയാക്കിയിരുന്നു. സാമ്പാർക്ക് പപ്പടം ഇല്ലാതെ ഒരു രസമല്ലല്ലോ. അപ്പോൾ പപ്പടം ഉണ്ട്, അതൊക്കെ ഞാൻ പേക്കാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അവർ 2-3 ആളുള്ളൂ കേട്ടോ ഇവിടെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ താത്താൻ്റെ മോളും ഫുഡ് കൊണ്ടുവന്നുണ്ടാവും. അപ്പോൾ ഞാൻ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇത്തിരി ആക്കിയിട്ടോ. നമ്മൾ കണക്കൊന്നും നോക്കിയില്ല, നമ്മളെത്തില്ല ഫുഡിന്ന് അങ്ങോട്ട് ആക്കി കൊടുക്കാൻ കേട്ടോ ചെയ്തത്. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇബ്ബാനെ വിളിച്ചാൽ പറഞ്ഞു ഇബ്ബ എത്തുന്നില്ല, ഇബ്ബ വരാൻ 1 മണിയൊക്കെ ആവും. അപ്പോൾ വിചാരിച്ചു ഇനി അവർക്ക് വൈകിയാലും വിചാരിച്ചു ഞാൻ സ്കൂട്ടി എടുത്തിട്ട് ആ ഫുഡ് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അങ്ങനെ മോളെയും കണ്ടു. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് നല്ല മോള് കേട്ടോ, നല്ല സുന്ദരി കുട്ടി. പിന്നെ അവർക്ക് കുഴപ്പമൊന്നുമില്ല, ഒക്കെ റാഹത്തായി ഉഷാറായി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ തിരിച്ച് വരികയാണ് കേട്ടോ. തിരിച്ച് വന്നിട്ട് പിന്നെ ഞാൻ വന്നപ്പോഴത്തേക്കും 3 മണിയായി. ഇബ്ബിയും തന്നെ അപ്പം തന്നെ എത്തിയത് കേട്ടോ. അപ്പോൾ മോനെ കൊണ്ടുവരാനായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇബ്ബ പറഞ്ഞു നമുക്ക് വേഗം പോയിട്ട് മോനെ എടുത്തിട്ട് വരാമെന്നുള്ളത്. കാരണം ഇനി വൈകുമല്ലോ. അപ്പോൾ നടന്ന് പോകാൻ ഇത്തിരി ഉള്ളൂ നമ്മളെ വീടിൻ്റെ അടുത്ത്. പക്ഷേ ഇബ്ബ പറഞ്ഞു സ്കൂട്ടി കൊണ്ട് പോകാമെന്നാൽ പെട്ടെന്ന് തന്നെ പോയി പോരാന്ന് പറഞ്ഞിട്ട്
ചിലപ്പോൾ മോൻ ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഞാനും പോയിട്ടോ, മോൻ ഉറങ്ങിക്കാണെങ്കിൽ എടുത്ത് പോരണം വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ മോനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ വന്നിട്ട് ഫുഡ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ അതാ വിശന്നിട്ടാണോ എന്താണോ എന്നറിയില്ല, ഫുഡിന് ഭയങ്കര ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. പിന്നെ ഞാൻ ഡ്രസ്സൊന്നും മാറാൻ നിന്നില്ല, ഫുഡ് കഴിച്ചിട്ട് മതി കേട്ടോ മാറിൽ നിന്നൊക്കെ കഴിച്ചു. 3 മണി കഴിഞ്ഞിരുന്നു കേട്ടോ. രാവിലെ ആ ചായ കുടിച്ചിട്ട് പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല, ഒന്നും കഴിക്കലില്ല കേട്ടോ. എങ്ങനെ ഉച്ചയ്ക്ക് തന്നെ ഉള്ളൂ പിന്നെ കഴിക്കൽ. പക്ഷേ ഇന്ന് ഇത്തിരി വൈകി, ഇത്തിരി നല്ല ഒരുപാട് വൈകി കേട്ടോ. 3 മണിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഫുഡ് കഴിക്കണത്. അപ്പോൾ ഇബ്ബിയും പറഞ്ഞു ഉപ്പാക്കും വിശന്നു. ഇബ്ബിയും തന്നെ ഷോപ്പിക്ക് സാധനം എടുക്കാൻ പോയതുകൊണ്ട് ഒരുപാട് കടയിൽ ഇറങ്ങി കയറി ഇബ്ബിയും തന്നെ വൈകിട്ടല്ലേ എത്തിയത്. അങ്ങനെ ഞങ്ങൾ ഇതാ ഫുഡൊക്കെ കഴിക്കാൻ കേട്ടോ. ഇതൊക്കെയുണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ. കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി വരുന്നത് വരെയും ഓക്കെ, താങ്ക്